മെസ്സിയും നെയ്മറും എംബാപ്പയും ഒരുമിച്ച് കളിച്ചിട്ടും നേടാൻ പറ്റാത്ത യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ലൂയിസ് എൻറിക്കെ വെറും 23 വയസ്സ് മാത്രം ആവറേജ് ഏജുള്ള ഒരു സ്ക്വാഡിനെ വെച്ച് നേടിയെടുത്തിരിക്കുകയാണ്. PSG ചരിത്രത്തിലെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം അങ്ങനെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വർഷങ്ങളുടെ അവരുടെ കാത്തിരിപ്പിന് വിരാമം. ചാമ്പ്യൻസ് ലീഗ് ട്രോഫി പാരീസിലേക്ക്. ഒന്നും പറയാനില്ല, അത്രയ്ക്കും ആധികാരികമായുള്ള പ്രകടനം തന്നെയാണ് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലും PSG കാഴ്ചവെച്ചത്. 5-0 വിജയം. ഇത്രയും വലിയൊരു മാർജിനിൽ ഇതുവരെ ഒരു ടീമും ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ വിജയിച്ചിട്ടില്ല. ഇന്റർ മിലാനെ ശരിക്കും നിലംപരിശാക്കുന്ന പ്രകടനമായിരുന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഡിഫൻസിനൊക്കെ പേര് കേട്ട ഒരു ടീമിനെ ശരിക്കും ചിന്ന ഭിന്നമാക്കുന്ന അറ്റാക്കിംഗ് ഫുട്ബോളാണ് PSG കാഴ്ചവെച്ചത്. ഒരു ഓൾ ഔട്ട് പെർഫോമൻസ് തന്നെയായിരുന്നു. എല്ലാ മേഖലയിലും എക്സൽ ചെയ്യുന്ന പെർഫോമൻസ്. ഇപ്പം പൊസിഷൻ ആണെങ്കിൽ 60% പൊസിഷൻ PSG-ക്കൊപ്പമായിരുന്നു. അതുകൂടാതെ 23 ഷോട്ടുകൾ ഉണ്ടായിരുന്നു, 8 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്റർ മിലാൻ ആണെങ്കിൽ ആകെ 8 ഷോട്ടും 2 ഓൺ ടാർഗറ്റ് ഷോട്ടും മാത്രമാണ് ഉള്ളത്. അപ്പം എല്ലാ മേഖലയിലും ഇന്റർ മിലാൻ എക്സൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ്, ഒരു ഡിസ്പ്ലേ ആണ് PSG കാഴ്ചവെച്ചത്. തുടക്കം മുതൽ തന്നെ ഇന്റർ മിലാന്റെ പ്ലാൻസ് വർക്കൗട്ട് ആവാതെ നോക്കാൻ PSG സാധിച്ചു. അവരുടെ കൗണ്ടർ അറ്റാക്കുകളെ മുളയിലെ നുള്ളാൻ PSG സാധിച്ചു. ജാവോ നെവസ് ആണെങ്കിലും വിറ്റീനി ആണെങ്കിലും ഡെംബലെ ആണെങ്കിലും പിന്നെ ഡെസിറേ ഡുവേയുടെ ഒരു മാജിക്കൽ പെർഫോമൻസ്, 2 ഗോള് 1 അസിസ്റ്റ്. ആദ്യത്തെ ഗോൾ ഒരു ടീം എഫേർട്ടിന്റെ ഒരു റിസൾട്ട് തന്നെയായിരുന്നു. വിറ്റീനിയുടെ പാസിൽ നിന്ന് പന്ത് നേരെ ഡുവയ്ക്ക് ലഭിക്കുന്നു. ഡുവെ അത് മനോഹരമായ ഒരു ക്രോസിലൂടെ ഗോളടിക്കാനുള്ളൊരു ഭാഗത്തിൽ ഹക്കീമിക്ക് നൽകുന്നു. ഹക്കീമിക്ക് ഒന്ന് ടച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 12-ാം മിനിറ്റിൽ തന്നെ ഇന്റർ മിലാന്റെ പോസ്റ്റിൽ പന്ത് എത്തുന്നു. തീർന്നില്ല, 20-ാം മിനിറ്റിൽ മറ്റൊരു കിടിലൻ ഷോട്ടിലൂടെ ഇത്തവണ ഡെസിറേ ഡുവെ തന്നെ ഗോൾ നേടുന്നു. അതാണ് ഒരു ഡിഫ്ലക്ഷനോടെ, ഒരു ഹ്യൂജ് ഡിഫ്ലക്ഷനോടെയാണ് ആ ഒരു ഗോൾ പിറന്നത്. ഡിമാർക്കോയുടെ ദേഹത്ത് തട്ടിയാണ് ഒരു ഗോൾ ഉണ്ടായത്. അതിന് വഴിവെച്ചതാകട്ടെ ഡെംബലയുടെ ഒരു പാസ്സായിരുന്നു. 20-ാം മിനിറ്റിൽ 2 ഗോളിന്റെ ലീഡ് സ്വന്തമാക്കിയിട്ടും വെറുതെ ഇരിക്കാൻ PSG തയ്യാറായിരുന്നില്ല. സ്വാഭാവികമായുള്ള അറ്റാക്കിംഗ് ഗെയിം തന്നെയാണ് അവർ തുടർന്നത്. കാരണം മാക്സിമം ഗോളുകൾ നേടി മത്സരം കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എൻറിക്കയുടെ ടീമിനുണ്ടായിരുന്നുള്ളൂ. ക്വിച്ച ക്വരസ്കേലിയുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കുകളൊക്കെ പിന്നീട് നമ്മൾ കണ്ടു. പക്ഷേ 2-0 ഫസ്റ്റ് ഹാഫ് അവസാനിച്ചത്. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ഇന്റർ മിലാൻ ശരിക്കും ഒരു ശ്രമം, അതായത് ഒരു പരിശ്രമം, തിരിച്ചു വരാനുള്ള ഒരു പരിശ്രമം നടത്തി. 1-2 അറ്റാക്കുകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് അധികം മുന്നോട്ട് പോയില്ല. 63-ാം മിനിറ്റിൽ 3-ാമത്തെ ഗോൾ PSG നേടിയതോടെ ഡെസിറേ ഡുവയുടെ മറ്റൊരു ഗോൾ, അതോടുകൂടി മത്സരം PSG സീൽ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നീട് ഒരു തിരിച്ചുവരവ് ഇന്റർ മിലാൻ ഒരിക്കലും പ്രായോഗികമായുള്ളൊരു കാര്യമായിരുന്നില്ല. അതൊരു മികച്ച ടീം എഫേർട്ടിന്റെ ഒരു റിസൾട്ട് തന്നെയായിരുന്നു. ഡെംബലയുടെ ഒരു മനോഹരമായുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബാക്ക് ഹീൽ പാസ്, വിറ്റീനിയ ബോൾ നേരെ ഗോളടിക്കാനുള്ള പാകത്തിൽ ഡെസിറേ ഡുവയ്ക്ക് നൽകുന്നു. ഡെസിറേ ഡുവയുടെ ഒരു കിടിലൻ ഷോട്ട്. അങ്ങനെ 3-ാമത്തെ ഗോൾ നേടി PSG ഏതാണ്ട് വിജയത്തിന്റെ അരികിലെത്തി എന്ന് പറയേണ്ടി വരും. ഡെസിറേ ഡുവെ ആണെങ്കിൽ ആദ്യ ഗോളിന് അസിസ്റ്റ് നൽകി, 2-ാമത്തെ ഗോൾ നേടി, 3-ാമത്തെ ഗോൾ നേടി. അതായത് 2 ഗോളും 1 അസിസ്റ്റുമായി 19-കാരനായുള്ള താരം ശരിക്കും തിളങ്ങി എന്ന് പറയേണ്ടി വരും. പിന്നെ അതിനുശേഷം ക്വിച്ച അവസാനം റിസൾട്ട് ഉണ്ടാക്കി. 73-ാം മിനിറ്റിൽ ക്വിച്ചയുടെ ഒരു മികച്ച റണ്ണിനൊടുവിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചു. അത് ഡെംബലയുടെ ഒരു പാസിൽ നിന്നായിരുന്നു ക്വിച്ചയുടെ ആ ഒരു ഗോള്, 4-ാമത്തെ ഗോള്. അവസാനം 86-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന മയൂലുവിൻ്റെ വകയായിരുന്നു 5-ാമത്തെ ഗോള്. 19-കാരനായ മറ്റൊരു പ്ലെയർ. ആ ഒരു ഗോളിന് വഴിയൊരുക്കിയതാകട്ടെ മറ്റൊരു യങ് പ്ലെയറായുള്ള ബ്രാഡ്ലി ബാർക്കോള. അപ്പം ഇങ്ങനെ യങ് പ്ലെയേഴ്സിൻ്റെ ഒരു കളി തന്നെയായിരുന്നു. ഇപ്പം ജാവോ നെവസ് ആണെങ്കിലും വിറ്റീനി ആണെങ്കിലും എല്ലാവരും മത്സരം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഡംഫ്രീസിനെ പോലുള്ള വളരെ അപകടകാരികളായുള്ള പ്ലെയേഴ്സിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് സ്പേസ് കൊടുക്കാതെ അവരെ പൂട്ടാൻ ഇപ്പം മെൻഡസിനെ പോലുള്ള പ്ലേയേഴ്സിനൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. ശരിക്കും ഒരു ഗെയിം പ്ലാൻ എന്തായിരുന്നോ അതിനനുസരിച്ചാണ് എല്ലാ താരങ്ങളും കളിച്ചത് PSG-ക്ക് വേണ്ടിയിട്ട്. അവരുടെ ഒരു ട്രാൻസിഷൻ, അതായത് ഡിഫൻസിൽ നിന്ന് നേരെ അറ്റാക്കിലേക്ക് അവർ വഴിമാറുന്ന ആ ഒരു ശൈലി, അവരുടെ പേസ്, ഇൻറ്റൻസിറ്റി, എനർജി, പിന്നെ അതുകൂടാതെ അവരുടെ പ്രസ്സിങ്, ഇൻറ്റൻസ് പ്രസ്സിങ് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അപ്പം എല്ലാ മേഖലയിലും എക്സൽ ചെയ്യുന്ന ഒരു PSG-യാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്റർ മിലാന്റെ ഗെയിം പ്ലാനിനെ തുടക്കത്തിൽ തന്നെ തടയിടാൻ PSG-ക്ക് സാധിച്ചു. അതേസമയം അവരുടെ സ്വാഭാവികമായുള്ള ഗെയിം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതെന്തായാലും ഹ്യൂജ് ക്രെഡിറ്റ് നമുക്ക് എന്തായാലും അറിയാം, അത് ലൂയിസ് എൻറിക്കയ്ക്ക് തന്നെയാണ്. കാരണം അദ്ദേഹം നാസർ അൽ ഖലീഫിയെ PSG പ്രസിഡന്റിനെ ശരിക്കും കൺവിൻസ് ചെയ്തു. അതായത് വമ്പൻ താരനിരയെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, മികച്ച പ്രതിഭാധനരായ യങ് പ്ലെയേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് അവരെ വാർത്തെടുത്ത് ഫ്യൂച്ചറിൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം സെക്കൻഡ് സീസണിൽ തന്നെ അദ്ദേഹം ആ ഒരു കിട്ടാക്കനിയായ ചാമ്പ്യൻസ് ലീഗ് കിരീടം PSG-ക്ക് നേടിക്കൊടുത്തിരിക്കുകയാണ്. 2015 ബാഴ്സലോണയ്ക്ക്
ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്ത കോച്ചാണ് ലൂയിസ് എൻറിക്കെ. ബാഴ്സലോണ അവസാനമായിട്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയതും 2015 അതിനുശേഷം അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ട്രോഫി ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അതൊരു വലിയ നേട്ടം തന്നെയാണ് PSG സംബന്ധിച്ച്. കാരണം പല പരീക്ഷണങ്ങളും നടത്തി, ഗലക്ടിക്കോസ് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടും ഒന്നും നടക്കാതെ പോയി. പക്ഷേ മികച്ച യുവനിരയെ വാർത്തെടുത്ത് വെറും 23 വയസ്സ് മാത്രം ഏവറേജ് ഏജുള്ള ഒരു സ്ക്വാഡിനെ വെച്ച് ഒരു മാജിക് പ്രകടമാക്കി റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ലൂയിസ് എൻറിക്കെ. PSG ഒരു കളി ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ടൂർണമെന്റിൽ മൊത്തം വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് PSG ഭാഗത്ത് നിന്ന്. 4 ഇംഗ്ലീഷ് വമ്പന്മാരെയാണ് പരാജയപ്പെടുത്തിയത്. മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി, അത് കഴിഞ്ഞ് ലിവർപൂളിനെ, പിന്നെ ആസ്റ്റൺ വില്ലയെ, ഏറ്റവും ഒടുവിൽ സെമിയിൽ ആർസണലിനെ ഒക്കെ പരാജയപ്പെടുത്തിയാണ് PSG ഫൈനൽ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ജെയിൻ കില്ലേഴ്സായി വന്ന് ആണ് ഒരു വിജയം നേടിയിരിക്കുന്നത്. ശരിക്കും PSG ഡിസേർവ് ചെയ്യുന്ന ഒരു വിക്ടറി തന്നെയാണിത്. കാരണം PSG എന്ന് പറയുന്ന ടീമിനോട് പല ആളുകൾക്കും ഒരു വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവര് എത്തിക്സ് ഇല്ലാത്ത ടീമാണ്, കുറേ താരങ്ങളെ കൊണ്ടുവരുന്നു, കാര്യമില്ല, അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. പിന്നെ മെസ്സിയൊക്കെ വന്ന് മെസ്സിയുടെയൊക്കെ ഒരു അവസ്ഥ നമുക്കറിയാം, അവിടെ വന്ന് എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. PSG അൾട്രാസിന്റെ കുറേ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നല്ല പെട്ടെന്ന് തന്നെ കരകയറാൻ PSG സാധിച്ചു. ഒരു പുതിയ ടീമായിട്ട്, ഒരു ന്യൂ PSG ആയിട്ട് മാറ്റാൻ എൻറിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം എൻറിക്കെ വന്ന് വിത്തിൻ ഷോർട്ട് സ്പാനിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ PSG ഒരു ഗംഭീര വിജയം തന്നെയാണ്. കാരണം ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ആധികാരികമായുള്ള ഒരു ഫൈനൽ വിജയം കൂടിയാണ് PSG നേടിയിരിക്കുന്നത്. ഇന്റർ മിലാൻ ശരിക്കും ഒന്നും അല്ലാതായി. കാരണം നമുക്ക് അത്ഭുതം തോന്നി. കാരണം ഇന്റർ മിലാനെ പോലുള്ളൊരു ഡിഫൻസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇൻസാഗിയുടെ തന്ത്രങ്ങൾ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. ശരിക്കും അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന പെർഫോമൻസ് ആണ് PSG പുറത്തെടുത്തിരിക്കുന്നത്. പിന്നെ ടോട്ടൽ എല്ലാ താരങ്ങളും ഒന്നടങ്കം മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. ആ ഒരു ടീം എഫേർട്ടിന്റെ റിസൾട്ട് തന്നെയാണ്. അവർ കളിക്കാർ തമ്മിലുള്ള ആ ഒരു ധാരണ, പിന്നെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് അവർ കാണിച്ചു തന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് കളിച്ച് പിന്നീട് മുന്നേറിയൊരു ടീമാണ്. പക്ഷേ പിന്നീട് PSG നോക്കൗട്ടിലെത്തിയപ്പോൾ വേറൊരു PSG ആണ് നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പം അങ്ങനെ എന്തായാലും ചാമ്പ്യൻസ് ലീഗ് കിരീടം PSG പാരീസ് സെന്റ് ജെർമൻ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പം ആരാധകരെയൊക്കെ സംബന്ധിച്ച് ഒരു പുതിയ ഒരു രാജാവ്, യൂറോപ്പിലെ ഒരു ഫുട്ബോൾ പുതിയൊരു രാജാവ് വന്നിരിക്കുകയാണ്. പലതവണ PSG നടത്തിയ ശ്രമങ്ങൾ ഒന്നും ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ഒടുവിൽ ഇപ്പോൾ റിസൾട്ടിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് PSG ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.